ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് അറബിക് 1-ാം ക്ലാസ്സിൻ്റെ അറബിക് പാഠഭാഗത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അറബിയുടെ ബുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലേ, പുതിയ ബുക്കാണ്. അതുകൊണ്ട് നുലവ്വിനു ഒരു ബൈത്തിൻ്റെ ചിത്രം കാണുന്നില്ലേ? നല്ലൊരു അടിപൊളി വീട്, ഭംഗിയുള്ളൊരു വീട്, ബൈത്തുൻ. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കാം. അസദ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഹല്ലേ. അപ്പം അസദിൻ്റെ അടുത്ത് ഒരു ഹുറൂഫ് വന്ന് പെടുകയാണല്ലേ. അവൻ അങ്ങനെ ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം അവന് പറയാണ്, എനിക്ക് ഉരീദുൽ മാ, എനിക്ക് വെള്ളം വേണമെന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുളം. ബുൽബുൽ എന്ന് പറഞ്ഞാലോ? കുയിൽ അല്ലേ. ഇനി മറക്കരുതേ, കുയിലാണ് കേട്ടോ ബുൽബുൽ എന്ന് പറയുന്നത്. ബിർക്കത്ത് കുളം. മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 18 കിടക്കാം. അവിടെ ഒരു ബൈത്തുണ്ട്. ആ ബൈത്തിന് നുലവ്വിനു കളർ കൊടുക്കാനാണ്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കളർ കൊടുക്കുക. പിന്നെ അടുത്തത് നെർസുമു വ നുലവ്വിനു, വരയ്ക്കുകയും കളർ കൊടുക്കുകയും വേണം. അതെന്താ അടിയിൽ എഴുതിയ അക്ഷരം? ബാ എന്നാണ്. ആ ബാഗിൽ ഡോട്ട് ഇട്ട ബാഗിൻ്റെ കൂടെ എന്ത് ചെയ്യുക? വരക്കണം. പെൻസിൽ വെച്ചിട്ട് വരക്കുക. ബാഗിന് അടിയിൽ പുള്ളി. ഇനി അടുത്തതോ? അടുത്ത പേജ് ബാഗിന് ഫത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ. അതിന് ബാ എന്നാണ് പറയുക. അടിയിൽ കസറിട്ടാലോ? അടിയിലുള്ളൊരു വരക്ക് പറയുന്ന പേരാണ് കസർ അല്ലേ. അപ്പം അതിന് പറയുന്ന പേരാണ് ബി. അടുത്തതോ? ബൂവിൻ്റെ മേലെ, ബാഗിൻ്റെ മേലെ എന്താ? ലൊമ്മ്. അതിന് പറയുന്ന പേരാണ് ലൊമ്മ്. അപ്പോൾ എന്താ പറയുക? ബാഗിനെ ബു എന്ന് പറയൂ കേട്ടോ. ബാ ബി ബു, ബാ ബി ബു. നുൻഷിദു, നമുക്ക് പാടാം. ഒരു ബൈത്തിനെ കുറിച്ചിട്ടാണ്. ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി അൽ അബു ഫീഹി. എൻ്റെ കൂടെ തന്നെ പാടണേ. ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി അൽ അബു ഫീഹി. മനസ്സിലായോ? ഒന്നും കൂടെ. ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി അൽ അബു ഫീഹി. നക്റഹു വനുക്കുമിലു. താഴെ ഒരു ഫോട്ടോ കാണാം. അത് ആരുടെ ഫോട്ടോ ആണ്? ബുൽബുലിൻ്റെ ഫോട്ടോ ആണ്. ഇതിൽ ബാ ആണോ ബി ആണോ ബു ആണോ അവിടെ ചേർക്കേണ്ടത്? ബു ആണ് കേട്ടോ. ബുൽബുൽ എന്ന് പറഞ്ഞാൽ എന്താ? കുയിൽ. ഓക്കെ, നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിനരികെ വന്നിട്ടുണ്ട്. അവിടെ മരത്തിന്മേൽ ആരുണ്ട്? ബുൽബുലുണ്ടല്ലേ. അപ്പോൾ ബുൽബുലിനോട് എന്താ പറയണത്? യാ ബുൽബുൽ ഹാത്തി റുമ്മാൻ. ബുൽബുലെ, ഞങ്ങൾക്ക് എന്ത് തരൂ? റുമ്മാൻ തരൂ. റുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമാമ്പഴം തരൂ എന്ന് പറയുന്നുണ്ട് അല്ലേ അസദ് അല്ലേ. പിന്നെന്താ ബുൽബുൽ എവിടെ പിന്നെ എത്തിയത്? ആപ്പിളിൻ്റെ അടുത്ത് അല്ലേ. യാ ബുൽബുൽ ഹാത്തി തുഫാഖ്. തുഫാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ. ഞങ്ങൾക്ക് തുഫാഖ് തരൂന്ന് അല്ലേ, ആപ്പിൾ തരൂന്ന്. ആരോടാ പറയുന്നത്? ബുൽബുലിനോട് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ റുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമാമ്പഴം. തുഫാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ. ഇനി അടുത്ത പേജിൽ എന്താ നോക്കാം. ഇവിടെ എന്താ? 2 പിക്ചർ കാണുന്നുണ്ടല്ലേ. നക്റഉ, നമുക്ക് വായിക്കാം. എന്തൊക്കെ പിക്ചറാ കാണുന്നത്? റുമ്മാൻ തുഫാഖ്. എന്താ റുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമാമ്പഴം. തുഫാഹുൻ ആപ്പിൾ അല്ലേ. അപ്പോൾ അടുത്തത് നുൻഷിദു, നമുക്ക് പാടാം. ഇതാരെ കുറിച്ചിട്ടാണ് പാടുന്നത്? ആപ്പിൾ പറയാണ് ആപ്പിളിനെ കുറിച്ചിട്ട്. മൻ അന മൻ എന്ന് പറഞ്ഞാൽ മൻ പറഞ്ഞാൽ ആരാണ് എന്നാണ്. ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. യാ മൻ അന യാ അഹ്ബാബി മൻ അന തുഫാഖ് യാ അഹ്ബാബി അന തുഫാഖ്. ഒന്നും കൂടെ പാടാം. മൻ അന യാ അഹ്ബാബി മൻ
അന തുഫാഖ് അന തുഫാഖ്. യാ അഹ്ബാബി അന തുഫാഖ്. ഇനി അടുത്തത് ആരാ പാട്ട് പാടുന്നത്? റുമ്മാൻ. റുമ്മാനെ കുറിച്ച് റുമ്മാൻ പറയാണ്. മൻ അന മൻ അന. യാ അഹ്ബാബി മൻ അന. അന റുമ്മാൻ അന റുമ്മാൻ. യാ അഹ്ബാബി അന റുമ്മാൻ. ഒന്നും കൂടെ പാടാം. മൻ അന മൻ അന. യാ അഹ്ബാബി മൻ അന. അന റുമ്മാൻ അന റുമ്മാൻ. യാ അഹ്ബാബി അന റുമ്മാൻ. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഇവിടെ നമ്മൾ കുറേ അക്ഷരങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെ അക്ഷരങ്ങളാണ് കാണുന്നത്? ബാ, റാ, താ, അതുപോലെ തന്നെ അലിഫിനെയും കാണുന്നുണ്ട്. ഇതെന്താ പറഞ്ഞത്? നംലഹുൽ ഹാനാത്തില്ലത്തി ഫിഹ റാ ബിലൗനിൻ അസ്ഫർ. അസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ. മഞ്ഞ കളറ് കൊടുക്കുക റാഇന് അല്ലേ? ഈ റാഹ് കാണുന്നതിന് മഞ്ഞ കളറ് കൊടുക്കുക. അസ്ഫർ മഞ്ഞ, യെല്ലോ കളറാണ്. ഓക്കെ. അടുത്തത് നെർസുമു വ നുലവിനു, വരച്ചിട്ട് കളറ് കൊടുക്കുക. ഇത് ഏതാ അക്ഷരം എന്ന് പറയാൻ പറ്റുമോ? റാ. റാ എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര് കേട്ടോ. റാ. ഇത് വരച്ചിട്ട് കളറ് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്ത പേജിലോട്ട് പോവാം. ഇവിടെ നുലവിനുൽ ഹർഫ് താ. താഇനെ പഠിക്കാനാണ്. താഇന് 2 പുള്ളിയാണ് മേലുള്ളത്. ബാഗ് നമ്മൾ എത്ര പുള്ളി കണ്ടു? ഒരു പുള്ളി അല്ലേ? അടിയിലൊരു പുള്ളി. ഇത് താഇന് 2 പുള്ളി. ഇതെന്താണ്? ഇതിൽ ബാ ഉണ്ട്, താ ഉണ്ട്, അലിഫ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് താഇന് കളർ കൊടുക്കാം. നുലവിനുൽ ഹർഫ് താ. താ എന്ന അക്ഷരത്തിന് നമ്മൾ കളർ കൊടുക്കുക. അത്രേ ഉള്ളൂ. അതിന് അടുത്തത് നുലവിനു. ഇതെന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള തുഫാഹിൻ്റെ ചിത്രം കാണുന്നുണ്ട്, റുമ്മാൻ്റെ ചിത്രം കാണുന്നുണ്ട്. തുഫാഹും റുമ്മാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? തുഫാഹിന് നമ്മൾ കളർ കൊടുക്കുക, അതുപോലെ തന്നെ റുമ്മാനും നല്ല അടിപൊളിയായിട്ട് കളർ കൊടുക്കുക. ഇത്രേ വർക്ക്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.